ഹായ് മക്കളെ, കീമിന്റെ പുതിയ വിധി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കഥകൾ പറഞ്ഞുതരാം. ഒന്ന് എൻ്റെ നാട്ടിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ്. അയാൾ ഭൂലോക ഉടായിപ്പാണ്. അതായത് റിയൽ എസ്റ്റേറ്റിലെ പല ഡീലുകളും അണ്ടർ ദ ടേബിളിലും കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണ് പല രേഖകളും ശരിയാക്കാറുള്ളത്. അങ്ങനെ അയാൾ കുറേ പൈസ ഒക്കെ ഉണ്ടാക്കാൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പൈസക്കാരനാണ്. ആൻഡ് ഒരിക്കൽ അവരെന്താണ് ഈ നാട്ടിൽ നിന്നുള്ള പരിപാടിയൊക്കെ നിർത്തി കുറച്ചും കൂടെ ഹൈ ലെവൽ പിടിക്കണം എന്നുള്ള രീതിയിൽ കോഴിക്കോട് ടൗണിൽ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലിന് പോയി. പക്ഷെ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അയാളെക്കാൾ പണവും സ്വാധീനമുള്ള മറ്റൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്താണോ അയാൾ നാട്ടിൽ ചെയ്തത് അതേപോലെ ടൗണിൽ അധികാരികൾക്കൊക്കെ കൈക്കൂലിയും പണമൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ആ ഡീല് സ്വന്താക്കി. അതിൽ ഇയാൾക്ക് നല്ല പൈസ നഷ്ടവും വന്നു, എൻ്റെ നാട്ടുകാരനെ. അതിനുശേഷം മൂപ്പര് ഭയങ്കര എന്താ പറയുക, ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അഴിമതിക്കെതിരെയൊക്കെ ഘോരം എന്ത് ചെയ്യും, ശബ്ദിക്കും, പറയും. അവിടെ ഫുള്ള് സ്വാധീനമാണ്, പൈസ ഉള്ളവരിക്കേ കാര്യം നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഒരു സമയത്ത് ഒരു സിസ്റ്റത്തിനെ മുഴുവൻ എന്താണ് മിസ്യൂസ് ചെയ്തിട്ട് ഇത്രയും പണവും കാര്യങ്ങളൊക്കെ സമ്പാദിച്ചിട്ടും ഒരു പോയിന്റിൽ എന്താണ് അതേ സിസ്റ്റം എനിക്കെതിരായപ്പോൾ അല്ലെ തനിക്കെതിരായപ്പം അതിനെതിരെ ശബ്ദിക്കുന്ന ഒരാളാണ്. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ല, ഞാൻ കോഴിക്കോട് NIT പഠിച്ചത്. NIT സംഭവം പുറത്തുനിന്നൊക്കെ ഭയങ്കര അടിപൊളിയാണെങ്കിലും ഉള്ളിൽ അടിപൊളിയൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ ചെറിയ പ്രശ്നം, കുറേ വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള കുറേ നിയമങ്ങളൊക്കെ അവിടെ അധികാരികൾ ഇങ്ങനെ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കും. ഓക്കെ, കുറേ നിയമങ്ങളുണ്ട്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. ചിലപ്പോൾ എന്താ ജൂനിയറോട് സംസാരിച്ച കണ്ട് ഇപ്പം തന്നെ എന്താണ് ഇവ റാഗിയാണെന്ന് പറഞ്ഞിട്ട് ഒരു 10 ആൾക്കാരൊക്കെ ഒരുമിച്ച് എന്ത് ചെയ്യും, ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇതിനെതിരെയൊക്കെ ആരും കാര്യമായിട്ടൊന്നും പ്രതികരിക്കാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, പ്രതികരിക്കുന്ന ആളോട് പറയും നീ പ്രതികരിച്ചാൽ എന്താണ്, 4th ഇയറിൽ നിന്നെ പ്ലേസ്മെൻറ്റ് ഞങ്ങൾ ഇരുത്തൂല, അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ജോലിക്കാണല്ലോ. അപ്പോൾ ആരും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ഞാൻ വലിയ എന്താ പറയുക വീരവാദം പറയല, ചെറിയ രീതിയിലൊക്കെ ഇതിന് പ്രതികരിക്കാറുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. 10 പ്രതികരിച്ച ഒന്നൊക്കെ ചിലപ്പോൾ ജയിച്ചാലായിരുന്നുള്ളൂ. ആൻഡ് ഇങ്ങനെ ഓരോ അനീതി കാണുമ്പോഴും എന്താണ് നമ്മൾ ഈച്ച് ടൈം ട്രംബ്ലിങ് വിത്ത് ഇൻഡിഗ്നേഷൻ ആണ്. നമ്മളെ ചെഗ്വേര പറഞ്ഞ പോലെ അനീതി കാണുമ്പോൾ എന്താണ് ഹൃദയം കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കര പ്രശ്നം വരും. അപ്പോൾ ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന ടീമൊക്കെ കൂടെ ഇരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത്, എല്ലാവരും ഇറങ്ങി ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇതൊക്കെ എന്താണ് എളുപ്പത്തിൽ നമുക്ക് തൂത്തുവാരി എറിയാന്നൊക്കെ പറയും. അപ്പം അത് കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് പറയും, നീ എന്ത് ആദ്യം നിൻ്റെ റൂംമേറ്റിനെ ഇറക്ക് എന്നിട്ട് ബാക്കി പറയാം. കാരണം എന്താ വെച്ചാൽ എൻ്റെ റൂംമേറ്റ് ഇങ്ങനത്തെ എന്ത് കാര്യം നടന്നാലും എന്താ അതിലൊന്നും ശ്രദ്ധിക്കാതെ എന്തിനെപ്പോൾ ഒരു ജൂനിയറോട് സംസാരിക്കാൻ പോയത്, അതുകൊണ്ടല്ലേ ഒരു വർഷം ഇത് കിട്ടിയെന്നുള്ള മോഡൽ എന്താണ്, എന്ത് അനീതി കണ്ടാലും ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളത് മാറിയിരിക്കായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അങ്ങനെ കഴിഞ്ഞു. 4th ഇയറിൽ ഇതേപോലെ എൻ്റെ റൂംമേറ്റിന് ഒരു വലിയ പ്രശ്നം വന്നു. അവന് ഒരു വർഷം ഇയർ ബാക്ക് കിട്ടാൻ പറ്റുന്നൊരു റൂൾ ചേഞ്ച് വന്നു. അപ്പോൾ അവൻ ആകെ ഡൗണായി. ഞങ്ങളോടൊക്കെ വന്ന് പറഞ്ഞത് എടാ എന്തെങ്കിലും ചെയ്യണം. അതായത് അപ്പോഴാണ് എന്ത് ചെയ്തത്, ഇതുപോലത്തെ നിയമങ്ങൾ ആദ്യമായിട്ട് അവനെ ബാധിച്ചത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ പറ്റൂല, ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു, പക്ഷേ ഒന്നും നടന്നില്ല. അവൻ ഒരു വർഷം 4 വർഷത്തിൻ്റെ ബിടെക് 5 വർഷം കൊണ്ടാണ് പാസ്സായത്. അപ്പം ഇവിടുത്തെ കേസ് നിങ്ങൾ നോക്കണം, ഒരു അനീതി കാണുമ്പോൾ അത് നമ്മളെ ഒന്നും ബാധിക്കുന്ന വിഷയമല്ല എന്ന് കരുതി മാറി നിന്ന ആൾക്കും അറ്റ് സം പോയിന്റ് അതേ അനീതി അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കീമിൻ്റെ പുതിയ എന്താ പറയുക സർക്കാർ ഉത്തരവ് ആർക്ക് അനുകൂലമാണെന്ന് ചോദിക്കുമ്പോൾ പല കുട്ടികളുടെയും ആൻസർ എന്താണ്, അത് എനിക്ക് അനുകൂലമാണെങ്കിൽ അത് ശരിയാണ്, അവർക്കാണ് അനുകൂലമെങ്കിൽ അത് തെറ്റാണെന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. കാരണം നിങ്ങൾ അതായത് കഴിഞ്ഞൊരു 35 വർഷത്തെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയാണ്, അതായത് നിങ്ങൾ ഏതെങ്കിലും പോയിന്റിൽ ഒരു ഇൻജസ്റ്റിസ് അത് നമുക്ക് ബെനിഫിറ്റ് ആണെന്ന് കരുതിയിട്ട് അതിനെതിരെ കണ്ണടച്ചാലോ, അല്ലെങ്കിൽ ഒരു ഇൻജസ്റ്റിസ് നടക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ണടച്ചാലോ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ദ സൊസൈറ്റി മൊത്തം എന്താണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ അനീതി നടക്കും എന്നുള്ളൊരു ഇത് വരുമേൻ. ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കെതിരെ ആരെങ്കിലും അനീതി ഇൻജസ്റ്റിസ് കാണിക്കുമ്പോൾ പ്രതികരിക്കാൻ ഒരാളും കൂടെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എല്ലാ അനീതിക്കെതിരെയും ചാടി ഇറങ്ങി പ്രതികരിച്ച് വിപ്ലവം ഉണ്ടാക്കണം എന്നൊന്നല്ല ഞാൻ പറയാനത്. അങ്ങനെ ഒരു ആഹ്വാനം എന്നല്ല ഞാൻ ചെയ്തത്. പക്ഷേ അത് അനീതിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മാനസികമായിട്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് അതിനോടൊരു വെറുപ്പുണ്ടാവാൻ പറ്റണം. ഇനി ആ അനീതി നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കണം. കാരണം അതിനേക്കാൾ വലിയ ഭയങ്കര ക്രിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും പോയിന്റിലായിരിക്കും നിങ്ങൾക്കെതിരെ അനീതി ചെയ്യപ്പെടാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, കീമിൻ്റെ ഇഷ്യൂലേക്ക് വരാം. എടാ കീമിൻ്റെ ഇഷ്യൂവിന് കുറച്ച് എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് ഉണ്ട്. വളരെ ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ കീമിൻ്റെ കേസിൽ ഒരുപാട് വർഷമായിട്ട് കീമിൻ്റെ റാങ്ക് തീരുമാനിക്കുന്നത് കീമിൻ്റെ എൻട്രൻസ് എക്സാമിന് കിട്ടിയ ഒരു മാർക്കും അതേപോലെ തന്നെ +2 ബോർഡ് എക്സാമിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ കിട്ടിയ ഒരു മാർക്കിൻ്റെയും ഒരു കോമ്പിനേഷൻ വെച്ചാണ്. ഓക്കെ, അപ്പം എൻട്രൻസിൻ്റെ ഒരു മാർക്ക് ഉണ്ടാവും. പക്ഷേ ബോർഡ് എക്സാമിൻ്റെ മാർക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് ബോർഡ് ഉണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, കുറേ ബോർഡുകളുണ്ട്. അപ്പം അവർക്കൊക്കെ പല സ്കെയിലിലായതുകൊണ്ട് ആ മാർക്ക് എന്ത് ചെയ്യും, ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യും. ആ സ്റ്റാൻഡേർഡൈസേഷന് ഒരു ഫോർമുല ഉപയോഗിക്കേണ്ടായിരുന്നു. ഇത്രയും കാലം ഉപയോഗിച്ച ഫോർമുലയെ നമ്മൾ ഓൾഡ് ഫോർമുല എന്ന് വിളിക്കും.
ആ ഓൾഡ് ഫോർമുലക്കെതിരെ കാലങ്ങളായിട്ട് എന്താണ് വിമർശനം ഉന്നയിക്കാറുണ്ട്. ആൻഡ് കഴിഞ്ഞ വർഷം സർക്കാരിന് അതൊരു ബോധ്യപ്പെട്ട് സർക്കാർ എന്ത് ചെയ്തു, ഫോർമുല മാറ്റി, ഒരു പുതിയ ഫോർമുല. പക്ഷെ അന്നേരം ഒരു മണ്ടത്തരം ചെയ്തതെന്ന് വെച്ചാൽ, കീമിൻ്റെ കേസിൽ 2025 കീമിന് ഒരു 24 ഒക്ടോബർ നവംബർ പ്രോസ്പെക്ടസ് ഇറങ്ങി. അതിൽ ഓൾഡ് ഫോർമുലയായിരുന്നു. എക്സാം കഴിഞ്ഞു, ഓൾഡ് ഫോർമുലയായിരുന്നു. റിസൾട്ട് വരുന്ന അന്ന് രാവിലെ പറഞ്ഞത് ഇനി ഓൾഡ് ഫോർമുല പറ്റില്ല, ന്യൂ ഫോർമുല നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കുട്ടികൾ കോടതിയിൽ പോയി ഇത് അനീതിയല്ലേ ചോദിച്ചു. കോടതി പറഞ്ഞു ശരിയല്ലേ, കാരണം എന്താ, ഗെയിം കഴിഞ്ഞിട്ട് ഗെയിമിൻ്റെ റൂള് മാറ്റുന്നത് പോലെയല്ലേ, കളി കഴിഞ്ഞിട്ട് കളിയുടെ റൂള് മാറ്റുന്ന പോലെ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ന്യൂ ഫോർമുല ഇക്കുറി പറ്റൂല, ഓൾഡ് ഫോർമുല വേണമെന്നാണ്. ഓക്കെ, ഈ ഓൾഡ് ഫോർമുല വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതായത് ഞാനൊക്കെ അതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി. ഇവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, 2-3 പേരുകൾ പറയാനുണ്ട്. അപ്പം ഇങ്ങനെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാമെന്ന് ഞങ്ങൾ തീരുമാനം. ഇപ്പം എൻ്റെ കേസിൽ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര പേഴ്സണലി എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതായത് പ്ലസ് 10ാം ക്ലാസ് കഴിയുന്ന ഒരുവിധം കുട്ടികൾക്കൊക്കെ എന്നെ ചിലപ്പോൾ പരിചയം ഉണ്ടെങ്കിലും അല്ലെ ജി പോർട്ടിനെ കുറിച്ച് അറിയാമെങ്കിലും അവരുടെ പാരൻസിൻ്റെ ഇടയിലൊക്കെ അജാസ് എന്നുള്ള ഒരു പേര് വന്നത് നിങ്ങളന്ന് കീം ഇഷ്യൂവിന് സുപ്രീം കോടതി പോയത് കൊണ്ടല്ലേ എന്നുള്ള അങ്ങനെ ഒരു മൈലേജൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും, അതായത് ഒരു മീഡിയ കവറേജ് എനിക്ക് കിട്ടി. അതിൻ്റെ പുറകിൽ എന്താണ്, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഇത് പ്രേമചന്ദ്രൻ മാഷ്, ഞാൻ ഇന്നേ വരെ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാനിങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്കെല്ലാ സപ്പോർട്ടും ചെയ്ത മനുഷ്യൻ ഇയാളാണ്. ഞാൻ ഇങ്ങേരുടെ ഒരു ഹിസ്റ്ററി നോക്കണം, എന്തിനിങ്ങേര് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. ഞാൻ മലയാളത്തിൻ്റെ ഭാഷ, നിങ്ങളുടെ സ്കൂളൊക്കെ മലയാളത്തിൻ്റെ ഭാഷക്കൊന്നും ഈ എൻട്രൻസിനൊന്നും വലിയ റോളൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊന്ന് ഇനിയിപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ മക്കൾ ആരെങ്കിലും 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 എൻട്രൻസ് ചെയ്ത്, അങ്ങനെയില്ല. വലിയ മക്കളാണ്, അവർക്കൊക്കെ കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മെച്ചം ഈ ഒരു നിയമം മാറിക്കഴിഞ്ഞാൽ ഇങ്ങേർക്ക് കിട്ടാൻ പോകുന്ന പേഴ്സണൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മക്കളെ ഇവിടേക്ക് എത്തുമ്പോഴാണ്. പക്ഷേ ഓരോ പോയിന്റും നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിന് സുപ്രീം കോടതിയിൽ ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത അഡ്വക്കേറ്റ് സുൽഫിക്കർ. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങനെ ഒരു കേസാണെന്ന് അറിഞ്ഞപ്പോൾ ഫീസിലൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് തന്ന അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ നിന്നിട്ട് എന്താണ്, ഒരൊറ്റ റീസൺ, ദിസ് വാസ് അനീതി എന്നുള്ള കാരണത്താൽ. പിന്നെ വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, ഇത് അതുള്ളാണ്. അതുള്ളോട് ഞാൻ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ട് കിട്ടുന്നില്ല, ഫോണ് സ്വിച്ച് ഓഫ് ആണ്, മിസ്സായി, ഫേമസ് ആവാനുള്ള അവസരം. ഇതാണ് അവൻ്റെ ഇൻസ്റ്റ ഐഡി കേട്ടോ. അതായത് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ അജാസിന് പോയിട്ട് കേസോ താനാരാന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് എന്തുണ്ടായിരുന്നു, ഒരു കുട്ടി വേണമായിരുന്നു. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടോ നമ്മൾ ഗ്രൂപ്പ് ചോദിച്ചോ, അതുള്ള ഞാൻ വരാം. എന്നിട്ട് ഓടിക്കയറി എയർപോർട്ടിൽ ഞങ്ങൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്താണ്, ചെക്ക് ഇൻ കൗണ്ടർ ക്ലോസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഓടിക്കയറി സുപ്രീം കോടതിയിൽ ഞങ്ങളെ കൂടെ വന്നത്. അപ്പം ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ അവനോട് ചോദിച്ചു, അല്ലടാ എനിക്കിത് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ കരിയറിലൊക്കെ ഇത് ബാധിക്കില്ല, ആരെങ്കിലും സർക്കാരിനെതിരെ തീരുമാനിച്ച് തിരിയാൻ ചോദിച്ചാൽ ആണെന്നില്ല സാർ, ഇത് അനീതിയാണ്, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യട്ടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇൻസ്റ്റ ഐ ഡി നാളെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഇതിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. ഇത് തന്നെ ആയിരിക്കില്ല അല്ലേ? യെസ്. ഓക്കെ, അപ്പം ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാർ അനീതിയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാതെ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇത് അനീതി എന്ന് ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ആ പഴയ ഫോർമുലയിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണേ, ആദ്യത്തെ ഒരു 4 റാങ്കുകൾക്ക് ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് ഉണ്ട്. അതേപോലെ തന്നെ എൻട്രൻസിന് ഇവർക്ക് എല്ലാവർക്കും ആ ഒരു ടോപ്പ് മാർക്കായിട്ടുള്ള 291.6145 ആണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ എന്തൊക്കെ റേറ്റിംഗ് ആണ്, ഇവർ 1, 2, 3, 4 എന്നുള്ള രീതിയിലാണ് ഇവരുടെ റാങ്ക് വന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇവർ 4 ആൾക്കാരും CBSE സിലബസിലാണ് പഠിക്കുകയും ചെയ്തത്. ആദ്യത്തെ 10 റിസൾട്ട് ആട്ടോ ഇത്, ഞാൻ ഒരുമിച്ച് വെച്ചപ്പോൾ ഇത് തോന്നുന്നു. ഓക്കെ, ഇനി ഇതേപോലെ അതായത് സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ചിട്ട് ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക്, എൻട്രൻസിൽ ഇവർ അതേപോലെ 291.6145 വാങ്ങിയ ഒരു കുട്ടിക്ക് എത്രയായിരിക്കും റാങ്ക് എന്ന് നിങ്ങളൊന്ന് പ്രഡിക്റ്റ് ചെയ്തേ. ജസ്റ്റ് വേണേൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം, ഒന്ന് പ്രഡിക്റ്റ് ചെയ്തേ എത്രയായിരിക്കും. എത്രയാണ് വന്നത്? 84ാമത്തെ റാങ്കാ. അതായത് ഒരു കുട്ടി അവൻ ചെയ്യേണ്ട മാക്സിമം ചെയ്തു, സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്കോർ പഠിച്ചിട്ടും കേരള സിലബസ് പഠിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ 84ാമത്തെ റാങ്കിലേക്ക് പോയി. അവൻ്റെ തൊട്ടുമുകളിൽ 83ാമത്തെ റാങ്കാരന് ബോർഡ് എക്സാമിന് ഫുൾ മാർക്കും 264 മാർക്കാണ് എന്തിലുള്ളത്, കീമിലുള്ളത്. ഇവന് 291.614, അത് ഏകദേശം 27 മാർക്ക് അവനേക്കാൾ കുറവ് നേടിയിട്ട് പോലും ഇവനേക്കാൾ വലിയ റാങ്കിലാവുന്നത്. എന്ന് മാത്രമല്ല ഈ 300 ശരിക്കും 300 ഉണ്ടാവണമെന്നില്ല കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. അതായത് എന്താ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ, പഴയ ഫോർമുല പ്രകാരം ആ വർഷം CBSE എഴുതിയ എല്ലാ കുട്ടികൾക്കും അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ എത്ര മാർക്കാണ് 300ൽ കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു 8 മാർക്ക് കൂട്ടിക്കൊടുത്തു.
അതേ സ്ഥാനത്ത് സ്റ്റേറ്റ് ബോർഡ് പഠിച്ച കുട്ടികൾക്ക് 300-ൽ എത്രയാണോ PCM കിട്ടിയത് അതിൽ നിന്നൊരു 27 മാർക്ക് കുറച്ചു. ചുരുക്കി പറഞ്ഞാൽ CBSEയും സ്റ്റേറ്റും തമ്മിൽ 35 മാർക്കിന്റെ വ്യത്യാസം ആ വർഷം. അതായത് ഈ 300 കിട്ടിയ പയ്യൻ എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ 292 മാർക്കേ ഉണ്ടാവുള്ളൂ. അപ്പോഴും ഈ +8 കാരണം 300-ലേക്ക് എത്തും. നീതിയല്ലേ? ഇത് ശരിയാണോ? ജസ്റ്റിസ് ആണോ? അല്ലല്ലോ. അപ്പം അത് പഴയ ഫോർമുലയുടെ ഒരു പ്രശ്നമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? സർക്കാർ പുതിയ ഫോർമുല ഉണ്ട്. പുതിയ ഫോർമുലയിൽ വളരെ സിമ്പിളാണ്. അത് ഫണ്ടമെന്റലി അത് ആരുടെ മാർക്ക് കിട്ടിയ മാർക്ക് താഴോട്ടേക്ക് വരും. ഈ മൈനസ് ഇടുന്ന പരിപാടി എന്തില്ല, അവിടെ ഇല്ല. -27 ഇല്ല. പകരം കിട്ടിയ മാർക്ക് പരീക്ഷ ടഫാണെങ്കിൽ ആ ടോപ്പറുടെ മാർക്ക് എത്രയാണോ അത് 100-ലേക്ക് മാറ്റിയിട്ട് ഇവരുടെ മാർക്ക് അതിനനുസരിച്ച് കൂട്ടും. ഉദാഹരണത്തിന് ഒരു പരീക്ഷയിൽ ഒരാൾക്ക് 60 മാർക്ക് കിട്ടി, ആ എക്സാമിൽ 100 മാർക്ക് ഉണ്ടായിരുന്നു ടോപ്പർക്ക്, അപ്പം ഇയാൾക്ക് 60 തന്നെയേ കാണുള്ളൂ. അതേ സ്ഥാനത്ത് ഇപ്പം വേറൊരു പരീക്ഷ ഭയങ്കര ടഫായിരുന്നു, അയാൾക്ക് 60 മാർക്കാണ്, പക്ഷേ ടോപ്പർക്ക് ആകെ 90 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 90-നെ 100-ആയി കണക്കിലാക്കുമ്പം ഇവൻ്റെ 60 മാർക്ക് എന്താവും? 65-66 മാറും. കൂടുതൽ മാത്രം. കുറച്ചും കൂടെ ഫെയർ അല്ലേ? അപ്പം ഇത് പൂർണ്ണമായും ഫെയർ ആണെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ആ പുതിയ ഫോർമുലയ്ക്ക് കഴിഞ്ഞ തവണ വന്നു, പക്ഷെ ലേറ്റായി പോയപ്പോൾ സുപ്രീം കോടതിയും ലാസ്റ്റ് എന്ത് പറഞ്ഞു? ഇത് അവസാനമല്ലേ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വിധി കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്മിഷനൊക്കെ ലേറ്റ് ആവും, അതുകൊണ്ട് എന്ത് ചെയ്യാം, അടുത്ത വർഷം നിങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വർഷം സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കി. ഈ ഉത്തരവിറക്കുന്നതിൻ്റെ പുറകിൽ നിങ്ങൾ അറിയാത്ത കുറേ കഥകളുണ്ട് കേട്ടോ. അതായത് ഞങ്ങളിതിങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ടൊക്കെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് സുപ്രീം കോടതിയിൽ കുട്ടികൾ കൊടുത്തൊരു കേസില്ല, ഞങ്ങൾ കൊടുത്ത കേസ് അത് ഇതുവരെ വിധിയായിട്ടില്ല, അതിന് ശേഷം തീരുമാനമാക്കണം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളത് പിൻവലിച്ചു. കാരണം എന്നാലേ ഇത് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫോർമുല വരുന്നുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇപ്പം സർക്കാർ ഉത്തരവിറക്കി. കീം 2026 ഈ വർഷത്തെ കീമിൻ്റെ പ്രോസ്പെക്ടസ് വന്നിട്ടില്ല. പ്രോസ്പെക്ടസിൽ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുലയായിട്ട് കഴിഞ്ഞ വർഷം ഹൈക്കോടതി മാറ്റിയ ഈ ഒരു ഫോർമുല, അത് ഒരിക്കലും ഫോർമുല തെറ്റാണ്ടായിരുന്നില്ല കേട്ടോ, ലേറ്റ് ആയി പോയതുള്ളതാണ്. അത് ഉപയോഗിക്കാമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. ഇതാണ് ഫോർമുലയായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ, ആർക്കാ മെച്ചം? നീതി കിട്ടി എന്നുള്ളതാണ്. നീതിപൂർവമായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഇന്നാൾക്ക് മെച്ചം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഉദാഹരണത്തിന് സ്റ്റേറ്റ് ബോർഡ് എക്സാം ഭയങ്കര ടഫായി, ഒരു കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങളുടെ മാർക്ക് ഒന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. മനസ്സിലായില്ല? അപ്പം ഇന്നാൾക്ക് മെച്ചൊന്നുമില്ല. ഫോർമുല അൾട്ടിമേറ്റ്ലി ജസ്റ്റിസ് ഈസ് സെർവ്ഡ് എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഓക്കെ, അപ്പോൾ കുറേ കുട്ടികൾക്ക് എന്തുണ്ടാവും, ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്താണ് സാറേ, ഈ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കീമിൻ്റെ മാത്രം മാർക്ക് എടുത്താൽ പോരെ, എന്തിനാ ഇപ്പോൾ ബോർഡ് എക്സാമിൻ്റെ എടുക്കുന്നത്, നീറ്റും ജെയ്യൊന്നും അത് എടുക്കുന്നില്ലല്ലോ. വളരെ എന്താ പറയുക, നിഷ്കളങ്കമായ ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എനിക്ക് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല. എടാ, ഇതൊരു സാമൂഹ്യ നീതിയുടെ കൂടെ പ്രശ്നമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിലെ പല ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും പഠിക്കുന്ന കുറേ കുട്ടികൾ അവിടെ പഠിക്കാൻ പറ്റിയത് അവർക്ക് കീമിൻ്റെ മാർക്കിൻ്റെ കൂടെ ബോർഡ് എക്സാമിൻ്റെ മാർക്കും കൂടെ കൺസിഡർ ചെയ്തത് കൊണ്ടാണ്. അതായത് അവർക്ക് ബോർഡ് എക്സാമിൽ അവർ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്, അതേ സ്ഥാനത്ത് എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും അവർക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് കീമിലൊരു ഓക്കെ മാർക്കേ ഉള്ളൂ. പക്ഷെ അൾട്ടിമേറ്റ്ലി ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ കിട്ടിയിട്ട് ഇനി ഇൻ കേസ് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് പരിഗണിക്കുന്നില്ലായിരുന്നെങ്കിൽ മിക്കവാറും കുട്ടികൾക്കൊന്നും എൻട്രൻസിന് പോകാൻ പറ്റില്ല. കാരണം അത് ഭയങ്കര ചിലവുള്ള പരിപാടിയാണ്, അതൊരു പ്രിവിലേജിൻ്റെ കൂടെ പാർട്ടാണ്. എത്ര ആൾക്കാർക്ക് 2 ലക്ഷം രൂപ ഒരു വർഷം സ്പെൻഡ് ചെയ്തിട്ട് കീം റിപ്പീറ്റ് ചെയ്യാൻ പോകും, അല്ലെ ജെയ്ക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം അവരൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തേണ്ടി തന്നെ. അപ്പം അങ്ങനെയുള്ളൊരു സാമൂഹ്യ നീതി, എല്ലാവരെയും പണക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചാൽ പോരാന്നുള്ള രീതിയിലാണ് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് വന്നത്. ഇനി ഞാനൊരു ഹോണസ്റ്റ്ലി ഒരു സത്യം പറയട്ടെ, അതായത് കഴിഞ്ഞ വർഷം ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ പറഞ്ഞത് ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ, നിങ്ങൾ കീമിൻ്റെ മാർക്ക് മാത്രം നോക്കുക. കീമിൻ്റെ മാർക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ അവർക്കും മാത്രമല്ല എജ്യൂപോർട്ടിനടക്കം നല്ല ബിസിനസ് കൂടും. കാരണം എൻട്രൻസ് കേരള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കണമെങ്കിൽ എന്ത് വേണം? കീമിന് നല്ല മാർക്ക് വേണം. അതിനെന്ത് വേണം? എൻട്രൻസ് കോച്ചിങ് വേണം. 2 ലക്ഷം രൂപ അല്ലെങ്കിൽ ആ ഒരു പൈസയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അത് ശരിയല്ല. കാരണം എല്ലാവരെയും മാക്സിമം ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. അത് നിങ്ങളും കൂടെ മനസ്സിലാക്കണം. കാരണം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ +2ൻ്റെ കൂടെ JEE ക്ലിയർ ചെയ്ത്, അന്നത്തെ JEE ക്ലിയർ ചെയ്ത് NITയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ 100% പറയുന്നു അതിലെന്തുണ്ട്, എൻ്റെ സാമൂഹ്യ ചുറ്റുപാടിന് ഒരുപാട് എഫക്റ്റ് ഉണ്ട്. അത് എൻ്റെ ഉമ്മ ഒരു ടീച്ചറായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് ഉമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് പഠിക്കാനുള്ള കുറേ മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ആ ഉമ്മാൻ്റെ മകനായിട്ടല്ലായിരുന്നു ഞാൻ ജനിച്ചതെങ്കിൽ, അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് കുറച്ചും കൂടെ പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ഒരു ചുറ്റുപാടിലായിരുന്നെങ്കിൽ ഇതേ അജാസ് ഇതേ എഫേർട്ട് ഇട്ടാലും, അതായത്
ഒരിക്കൽ കൂടെ പറയാം, NIT കിട്ടുന്നതിൽ ഞാൻ എന്തായാലും നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഉമ്മാൻ്റെ ഗൈഡൻസും കൂടെ വന്നത്. ഇതേ അജാസ് ഇതേ എഫേർട്ട് ഇട്ടാലും ചിലപ്പോൾ എനിക്ക് NIT പോലും എത്തൂലായിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല. അപ്പം അങ്ങനെ ഒരു അൺഫെയർനെസ് ഈ സാധനത്തിലുണ്ട്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ മാർക്ക് അത് എത്ര കൂടുതലാണെങ്കിലും എത്ര കുറവാണെങ്കിലും അതിൽ നിങ്ങളുടെ എഫേർട്ടിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടും കൂടി ഇതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏത് ഫോർമുലയാണെങ്കിലും എൻട്രൻസ് പോലും പൂർണ്ണമായും ഫെയർ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഈ ഫോർമുലയിലും ചില എഡ്ജ് കേസസിലെ സാറിനെ ചോദിക്കുമ്പോൾ ചില എഡ്ജ് കേസസ് ഇത് 100% ഫെയർ ആണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഫോർമുല ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത്, ഏറ്റവും നീതിപൂർവമായ ഫോർമുല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമുല നേരത്തെ കാലത്ത് കഴിഞ്ഞ തവണത്തെ മിസ്റ്റേക്കുകളൊന്നും ആവർത്തിക്കാതെ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എടുത്ത ധീരമായ ഡിസിഷനിൽ അതിന് പുറകിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും സർക്കാരിനൊക്കെ എന്താണ് ഒരിക്കൽ കൂടെ ഞാൻ അഭിനന്ദനം നേരുന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി എനിക്കിതിൽ പറയാനുള്ളത്, ഇത് CBSEക്കാർക്ക് മെച്ചമോ സ്റ്റേറ്റ് ബോർഡിന് മെച്ചമോ ICSEക്ക് മെച്ചമോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ നീതി നടപ്പിലാവുകയാണ് ചെയ്തത്. അങ്ങനെയല്ല എന്ന് തോന്നുകയാണെങ്കിലും അങ്ങനെയാണെന്ന് തോന്നുകയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ബൈ.